നൈസ് തങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 7ാം ക്ലാസ്സുകാരുടെ കേരള പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, നോക്കൂ, താഴെ കൊടുത്തിട്ടുള്ള 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. നമുക്ക് ചോയ്സ് ഉണ്ട്, പക്ഷേ ആദ്യത്തെ പ്രവർത്തനം എന്തായാലും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 2 മുതൽ 6 വരെയുള്ളതിൽ ഏതെങ്കിലും 4 പ്രവർത്തനത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഉപചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദ്യങ്ങൾക്കൊപ്പം A, B എന്നിങ്ങനെ എഴുതണം. ഇത് നമ്പർ ഇടുമ്പോൾ വളരെ ശ്രദ്ധയോടെ നമ്പർ ഇട്ട് വേണം ആൻസർ എഴുതാൻ. ഓക്കെ, പ്രവർത്തനത്തിലേക്ക് പോകാം. പ്രവർത്തനം 1, വായിക്കാം, എഴുതാം. ഗദ്യഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഉത്തരം എഴുതുക. കുട്ടികൾക്ക് വായിക്കാനുള്ള ജീവചരിത്രങ്ങൾ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം അതിലെ കഥാനായകനെ തിരഞ്ഞെടുക്കാൻ. അയാളുടെ സ്വഭാവവിശേഷം കുട്ടികളെ ആകർഷിക്കുന്നതും ഉത്തേജിപ്പിക്കുന്നതുമായിരിക്കണം. അയാളുടെ ജീവിത സംഭവങ്ങളുടെ ചിത്രീകരണം ജീവത്തും ഊർജ്ജസ്വലവുമാകണം. അത് വായിക്കുമ്പോൾ കുട്ടികളുടെ ഹൃദയം ഹർഷപുളകിതമാകണം. നിശ്ചയമായും അങ്ങനെയുള്ള മഹാന്മാരെ അനുകരിക്കേണ്ടതാണെന്ന തോന്നൽ അവർക്കുണ്ടാകണം. അഭിനന്ദനത്തിന്റെ ഉത്തമ രൂപമാണല്ലോ അനുകരണം. ഇത് ഒടുവിൽ ആരാധനാ മനോഭാവമായി മാറുന്നു. ഉന്നത സ്വഭാവ ഭാവങ്ങൾ സംക്രമിപ്പിക്കാനുള്ള ഒരു സുശക്ത മാധ്യമമാണ് ഉത്തമ ജീവചരിത്രം. മറ്റെല്ലാ സാഹിത്യരൂപങ്ങളെക്കാൾ ജീവചരിത്രത്തിന് ഒരു മെച്ചമുണ്ട്. ഈ ലോകത്തിൽ യഥാർത്ഥമായി ജീവിച്ച ഒരാളിൻ്റെ ജീവിത കഥയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അയാളുടെ വ്യക്തിത്വത്തിൻ്റെ മാനവിക ഘടകം കുട്ടികളെ നല്ലവണ്ണം ആകർഷിക്കും. കഥാനായകനുമായി അവർ ഉറ്റ ബന്ധം പുലർത്താൻ തയ്യാറാകുന്നു. ഭാവനാവിലാസത്തിനുള്ള സാധ്യത ഏറ്റവും കുറച്ചു മാത്രമേ ഉള്ളെങ്കിലും തങ്ങളുടെ സങ്കല്പശക്തിക്ക് യഥാർത്ഥ രൂപം നൽകി തങ്ങൾക്കിഷ്ടപ്പെട്ട രൂപത്തിൽ കഥാനായകനെ ഒന്നുകൂടി വാർത്തെടുക്കാൻ സാധിക്കുമോ എന്ന് കുട്ടികൾ ശ്രമിച്ചു നോക്കിയേക്കും. അവർ അതിൽ വിജയിക്കുകയാണെങ്കിൽ അവർ അയാളെ ആദരിക്കുകയും ആരാധിക്കുകയും മാത്രമല്ല, ഒരു ഉറ്റ സുഹൃത്തെന്നോ ബന്ധുവെന്നോ വഴികാട്ടിയെന്നോ ഉള്ള നിലയിൽ സ്വന്തമാക്കാനുള്ള ശ്രമം വരെ നടത്തിക്കൂടുന്നില്ല. കേട്ടല്ലോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗദ്യഭാഗം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. കുട്ടികൾക്ക് വേണ്ടി ജീവചരിത്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെടാത്തത് ഏത്, തെറ്റ് ഏതെന്നാണ്. നോക്കൂ, കഥാനായകന്റെ സ്വഭാവവിശേഷം കുട്ടികളെ ആകർഷിക്കുന്നതും ഉത്തേജിപ്പിക്കുന്നതുമായിരിക്കും. ഓപ്ഷൻ ബി, ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ പറയണം. സി, കഥാനായകന്റെ ജീവിത സംഭവങ്ങളുടെ ചിത്രീകരണം ജീവത്തും ഊർജ്ജസ്വലവുമായിരിക്കണം. ഡി, കഥാനായകനെ അനുകരിക്കേണ്ടതാണെന്ന തോന്നൽ കുട്ടികളിൽ ഉണ്ടാകണം. ഇതിലേതാ തെറ്റ്? ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ പറയണം. ജീവചരിത്രം ഒരിക്കലും അങ്ങനെയല്ല അല്ലേ? ഒരാളുടെ കഥ അദ്ദേഹം തന്നെ പറഞ്ഞാൽ അത് ആത്മകഥയായി മാറും. അപ്പോൾ ജീവിതകഥ ഒരിക്കലും അയാൾ തന്നെയല്ല പറയുന്നത്. അപ്പോൾ ഇതിൽ തെറ്റേതാണ്? ഓപ്ഷൻ ബി, ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ പറയണം. നോക്കൂ, സെക്കൻഡ് വൺ, ജീവിതകഥ എന്ന പദം മാറ്റി എഴുതിയാൽ ജീവിതം എന്ന കഥ, ജീവിതത്തിൻ്റെ കഥ, ജീവിതവും കഥയും, ജീവിതത്തെക്കുറിച്ചുള്ള കഥ. എന്താ? ജീവിതത്തിൻ്റെ കഥ അല്ലേ? സ്വന്തം ജീവിതത്തിൻ്റെ കഥയാണ് ജീവകഥ. അതും ഓപ്ഷൻ ബി, ജീവിതത്തിൻ്റെ കഥ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ, ഉന്നത സ്വഭാവ ഭാവങ്ങൾ സംക്രമിപ്പിക്കാനുള്ള സുശക്ത മാധ്യമം ഏതാണ്? സുശക്തമായ മാധ്യമം ഏതാണ്? ജീവചരിത്രം അല്ലേ? ഓപ്ഷൻ തന്നിരിക്കുന്നത് അനുകരണം, ആത്മകഥ, ജീവചരിത്രം, നോവൽ എന്നിങ്ങനെയാണ്. ഏതാ ഉത്തരം? ജീവചരിത്രം. നാലാമത്തെ നോക്കൂ, അഭിനന്ദനത്തിൻ്റെ ഉത്തമ രൂപം ഏതാണ്? ഊർജ്ജസ്വലത, ആകർഷണീയത, ഭാവനാവിലാസം, അനുകരണം. ഏതാണ് അഭിനന്ദനത്തിൻ്റെ ഉത്തമ രൂപം? അനുകരണം. ഏതാണ്? അനുകരണം. ഉത്തരം എഴുതാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഗദ്യഭാഗം ഒരിക്കൽ കൂടി എന്ത് ചെയ്യുക? റീഡ് ചെയ്ത് നോക്കുക, വായിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടും. അത് അഞ്ചാമത് നോക്കൂ, മറ്റെല്ലാ സാഹിത്യരൂപങ്ങളെക്കാളും ജീവചരിത്രത്തിനുള്ള മെച്ചം താഴെ പറഞ്ഞാൽ ഏതാണ്? ഭാവനാവിലാസത്തിന് പ്രാധാന്യം നൽകിയ രചന. ഈ ലോകത്തിൽ യഥാർത്ഥമായി ജീവിച്ച ഒരാളിൻ്റെ ജീവിത കഥയാണിത്. വീരസാഹിത്യ കൃത്യങ്ങൾ പ്രതിപാദ്യ വിഷയമാക്കുന്നു. വസ്തുതകളെ അത്യുക്തിയോടെ അവതരിപ്പിക്കുന്നു. എന്താ? ശരിക്കും
ഈ ലോകത്തിൽ യഥാർത്ഥമായി ജീവിച്ച ഒരാളിൻ്റെ ജീവിത കഥയാണ് അല്ലേ. ഈ ലോകത്തിൽ യഥാർത്ഥമായി ജീവിച്ച ഒരാളിൻ്റെ ജീവിത കഥയാണത്. ക്ലിയർ ആണല്ലോ, സിമ്പിൾ അല്ലേ. അപ്പോൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. പ്രവർത്തനം 2 താരതമ്യക്കുറിപ്പ്. നോക്കൂ, പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറിയ കഥാപാത്രങ്ങളെ കതിവനൂർ വീരൻ എന്ന പാഠഭാഗത്തും റൈൻ നദിയിലെ ഓളങ്ങൾ എന്ന പാഠഭാഗത്തും പരിചയപ്പെട്ടു അല്ലേ. മന്ദപ്പനും ജീൻ ക്രിസ്റ്റഫും, ഈ 2 കഥാപാത്രങ്ങളുടെയും ജീവിതം പകരുന്ന സന്ദേശം എന്ത്? താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നോക്കൂ, താരതമ്യക്കുറിപ്പുണ്ട്. ഇവിടെ 2 കഥാപാത്രങ്ങളെയാണ് താരതമ്യം ചെയ്യേണ്ടത്. 2 പാഠഭാഗത്തിലെ 2 കഥാപാത്രങ്ങൾ അല്ലേ. മന്ദപ്പനും ജീൻ ക്രിസ്റ്റഫും, അവരുടെ ജീവചരിത്രം അല്ലെങ്കിൽ ജീവിതം പകർന്നു നൽകുന്ന സന്ദേശം എന്താണെന്ന് താരതമ്യം ചെയ്യുക. കൂട്ടുകാരെ, ഞാനിവിടെ ഒരു മാതൃക മാത്രമാണ് തരുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലാംഗ്വേജുകൾ നിങ്ങളുടെ സ്കില്ല് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് വേണം ഇതിന് ഉത്തരം എഴുതാൻ. ഞാനിപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു മാതൃക മാത്രം നിങ്ങൾക്ക് തരാം. ഓക്കെ. ആയോധന കലയിലുള്ള അടങ്ങാത്ത പ്രതിപത്തി കുട്ടിക്കാലം മുതലേ മന്ദപ്പനുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ സ്വാഭാവികമായ ജന്മവാസന തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ മാതാപിതാക്കൾക്കായില്ല. ബാല്യകാലത്തുണ്ടായ വിലക്കുകളെയെല്ലാം മന്ദപ്പൻ അതിജീവിക്കുകയും വീരയോദ്ധാവായി ജനമനസ്സുകളിൽ ഇടം നേടുകയും ചെയ്തു. നോക്കൂ, കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾക്കിടയിൽ നിറം കെട്ടു പോകുമായിരുന്ന ജീൻ ക്രിസ്റ്റഫിൻ്റെ ജീവിതം മുത്തച്ഛൻ്റെ കരുതലിൽ ബഹുമാനിതമാകുന്ന കഥയാണ് റൈൻ നദിയിലെ ഓളങ്ങളിൽ കാണുന്നത്. ജീൻ ക്രിസ്റ്റഫിന് ജന്മപുണ്യമായി കിട്ടിയതാണ് സംഗീതവാസന. അതിൻ്റെ കരുത്തിൽ വളരാൻ അവനായി. ആത്മവിശ്വാസത്തിൻ്റെ കരുത്തിൽ പരിമിതികളെ മറികടക്കാമെന്ന വലിയ പാഠമാണ് മന്ദപ്പൻ്റെയും ജീൻ ക്രിസ്റ്റഫിൻ്റെയും ജീവിതം പകരുന്നത് അല്ലേ. നമ്മിലൊരു ജന്മവാസന ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനെന്താ വേണ്ടത്? നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. ഇപ്പോൾ ക്രിസ്റ്റഫ ആയാലും മന്ദപ്പനായാലും അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തിൽ പരിമിതികളെ മറികടക്കാൻ പറ്റും എന്നൊരു വലിയ പാഠമാണ് ഇവർ 2 കഥാപാത്രങ്ങളും നമുക്ക് നൽകുന്നത്. ഓക്കെ, അടുത്ത പ്രവർത്തനം നോക്കൂ. ലഘുക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ലഘുക്കുറിപ്പ് മക്കളെ, ഞാൻ വളരെ വേഗത്തിൽ പോകുന്നുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം വളരെ സ്ലോയിൽ പോയി ലാഗ് അടുപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ. പ്രവർത്തനം 3 ലഘുക്കുറിപ്പ്. ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കാനാണ്. എല്ലു പൊന്തിയ ചെറ്റക്കുടിലിൽ ചളിപ്പായിലില്ലായ്മക്കിനാ കണ്ടു കൃഷിക്കാർ കിടന്നപ്പോൾ. കണ്ടല്ലോ, അതിൽ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥഭംഗി വ്യക്തമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കാം. അടിവരയിട്ടിരിക്കുന്ന പദം ഏതാ? എല്ലു പൊന്തിയ ചെറ്റക്കുടിലിൽ. എല്ലു പൊന്തിയ ചെറ്റക്കുടിലിൽ. മനുഷ്യർക്കൊക്കെ എല്ല് പൊന്താറുണ്ടല്ലേ. ചെറ്റക്കുടിലിൽ എങ്ങനെയാ എല്ലു പൊന്തിയത് എന്നൊരു തോന്നലുണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കുറിപ്പിൽ എഴുതേണ്ടത്. ഇവിടെ നോക്കൂ, കൊടിയ ദാരിദ്ര്യത്തിൻ്റെ അടയാളമാണ് എല്ലു പൊന്തിയ ചെറ്റക്കുടിൽ എന്ന പ്രയോഗത്തിലുള്ളത്. മഴക്കാലം കർഷക കുടുംബങ്ങൾക്ക് വറുതിയുടെ കാലമാണ്. സ്വപ്നങ്ങളിൽ പോലും ഇല്ലായ്മകളാണുള്ളത്. ഓലമേഞ്ഞ കുടിലുകൾ ചോർന്നൊലിക്കുന്നു. ദ്രവിച്ചുപോയ ഓലകൾ മാറ്റി പുതിയത് മേയാനുള്ള പണം അവരുടെ കയ്യിലില്ല. ചോർന്നൊലിച്ച കുടിലിൽ മഴക്കാലത്തെ അതിജീവിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരുടെ ദയനീയതയാണ് ഈ പ്രയോഗത്തിലൂടെ കവി വായനക്കാരുടെ മനസ്സിൽ വരയ്ക്കുന്നത്. ഓക്കെ, നോക്കൂ, പിരിച്ചെഴുതുക. ഉദ്ഘോഷിച്ചെത്തി. ഉദ്ഘോഷിച്ചെത്തി എങ്ങനെ പിരിക്കാം? ഉദ്ഘോഷിച്ച് പ്ലസ് എത്തി. ഉദ്ഘോഷിച്ച് പ്ലസ് എത്തി. ഓക്കെ, അടുത്ത പ്രവർത്തനം 4 ഡയറിക്കുറിപ്പ്. ഡയറിക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ തീയതി എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, നോക്കൂ, എന്താ ഡയറി? രാജസദസ്സിൽ ജീൻ ക്രിസ്റ്റഫിൻ്റെ സംഗീത കച്ചേരി നടന്നു. അവാച്യമായ നാദപ്രവാഹത്തിൽ വേദിയും സദസ്സും ലയിച്ചു. കച്ചേരി അവസാനിച്ചപ്പോൾ കടലിരമ്പം പോലെ കരഘോഷം. അന്നേ ദിവസം മുത്തച്ഛൻ ജീൻ മൈക്കിൾ എഴുതിയ ഡയറിക്കുറിപ്പ് സങ്കല്പിച്ചെഴുതും. നോക്കൂ, ജീൻ ക്രിസ്റ്റഫിനെ ലോകം അറിയുന്ന വ്യക്തിയാക്കാൻ സഹായിച്ചത് മുത്തച്ഛൻ തന്നെയാണല്ലേ. അപ്പോൾ എല്ലാവരാലും അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ എല്ലാവരാലും കരഘോഷത്തിൽ നിൽക്കുന്ന ചെറുമകനെ കുറിച്ച് അദ്ദേഹം അന്ന് ഡയറിയിൽ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? അപ്പോൾ ഡയറിയിൽ ആദ്യം എന്ത് വയ്ക്കണം? ഡേറ്റ് വയ്ക്കണം, തീയതി വയ്ക്കുക. ശേഷം ഒരു മാതൃക തരാം. ജീവിതത്തിലെ അവിസ്മരണീയമായ ദിവസമാണിന്ന്. കൊച്ചുമകനിലൂടെ ക്രാഫ്റ്റ് കുടുംബം രാജസദസ്സിൽ വീണ്ടും ബഹുമാനിതമായിരിക്കുന്നു. സംഗീത പാരമ്പര്യത്തിൻ്റെ കരുത്തുണ്ടായിരുന്നിട്ടും നിർഭാഗ്യം പലപ്പോഴും എന്നെ തോൽപ്പിച്ചു. മകനിലൂടെ ആ ബഹുമതികൾ തിരികെ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചു. അതും ഉണ്ടായില്ല. ഇന്ന് എൻ്റെ സ്വപ്നങ്ങൾ കൊച്ചുമകനിലൂടെ പൂവിട്ടിരിക്കുന്നു.
ജീൻ ക്രിസ്റ്റഫിലൂടെ ഞാനും ഇന്ന് ബഹുമാനിതനായി. അവൻ്റെ മുത്തച്ഛൻ എന്ന നിലയിൽ ഇനി എന്നെയും ലോകം അറിയും. അഭിനന്ദനത്തിൻ്റെ പുഷ്പവൃഷ്ടിയിൽ മൂടി എൻ്റെ കുട്ടി നിൽക്കുന്ന കാഴ്ച കാണാൻ ഈശ്വരൻ എനിക്ക് ഭാഗ്യം തന്നു. ഓക്കെ, അവിടെ നോക്കൂ, 5ാമത്തെ പ്രവർത്തനം പ്രസംഗം. മക്കളെ, പ്രസംഗം തയ്യാറാക്കുമ്പോൾ ഒരു അഭിസംബോധന ഉണ്ടാകണം അല്ലേ? മാന്യ സദസ്സിനെന്നോ പ്രിയ സുഹൃത്തുക്കളെന്നോ അഭിവന്ദ്യ സദസ്സെന്നോ ഒക്കെ എന്ന് വേണമെങ്കിലും ഒരു അഭിസംബോധന ഉണ്ടാകണം. ഇവിടെ എന്തിൻ്റെ പ്രസംഗമാണ് തയ്യാറാക്കേണ്ടത്? ജനുവരി 24 സുകുമാർ അഴീക്കോടിൻ്റെ ചരമദിനമാണ്. അന്നേ ദിവസം സംഘടിപ്പിക്കുന്ന അനുസ്മരണ ചടങ്ങിൽ നടത്താൻ പ്രസംഗം തയ്യാറാക്കൂ. അപ്പോൾ സുകുമാർ അഴീക്കോടിൻ്റെ ചരമദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രസംഗമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം ആരാണെന്ന് അറിയണം, ആരാണ് സുകുമാർ അഴീക്കോടെന്ന് അറിയണം അല്ലേ? നോക്കൂ സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന ബഹുമുഖ പ്രതിഭയായ ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ ചരമദിനമാണ് ഇന്ന്. പ്രസംഗമാണ് തൻ്റെ നിയോഗവും കർമ്മവും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 100 കണക്കിന് വേദികളിൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗ സബര്യ. തൻ്റെ അസാധാരണമായ വാഗ്വിലാസം കൊണ്ട് അദ്ദേഹം മലയാളികളെ ആകെ വിസ്മയിപ്പിച്ചു. അത്യപൂർവമായ ഒരു സാംസ്കാരിക പ്രവർത്തനമായിരുന്നു അദ്ദേഹം നിർവഹിച്ചത്. സാഗരഗർജനം പോലെ അത് മലയാളികളുടെ മനസ്സിൽ അലയടിച്ചു. വാക്കുകളെ കുറിക്കൊള്ളും വിധം പ്രയോഗിച്ച ആ വാഗ്മിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ്സു നമിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ പ്രസംഗത്തിന് ആദ്യം ഒരു അഭിസംബോധന ഉണ്ടാവണം, ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ. നന്ദി, നമസ്കാരം പറഞ്ഞ് നമുക്ക് പ്രസംഗം അവസാനിപ്പിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി 6ാമത്തെ പ്രവർത്തനം നോക്കൂ. 6ാമത്തെ പ്രവർത്തനം നോക്കിക്കേ, അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. എൻ്റെ 4 മക്കളും അവരുടെ തൊലി നിറത്തിന് പകരം സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന നാൾ വരും. മനുഷ്യരെ ഒന്നാക്കുന്നതിന് തടസ്സമായ എന്തെല്ലാം ഘടകങ്ങളാണ് സമൂഹത്തിലുള്ളത്? മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ സ്വപ്നങ്ങൾ ഇപ്പോഴും പ്രസക്തമാണോ? നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ വരികളാണ് മുകളിൽ തന്നിരുന്നത്. എൻ്റെ 4 മക്കളും അവരുടെ തൊലി നിറത്തിന് പകരം സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന നാൾ വരും. ഇപ്പോൾ രാഷ്ട്രം അങ്ങനെയല്ല വിലയിരുത്തുന്നത് അല്ലേ? തൊലി നിറത്തിൻ്റെ പേരില വിലയിരുത്തുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ എത്രമാത്രം യോജിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ സ്വപ്നങ്ങൾക്ക് ഇപ്പോഴും ഈ കാലഘട്ടത്തിലും എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇതൊക്കെയാണ് അഭിപ്രായക്കുറിപ്പിൽ എഴുതേണ്ടത്. എന്താ എഴുതാം? ഒരു മാതൃക നോക്കിക്കോളൂ. മാർട്ടിൻ ലൂതർ കിങ്ങും അദ്ദേഹത്തിൻ്റെ വംശജരും വർണ്ണജാതി മതവിവേചനത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ക്രൂരതകളും അനുഭവിച്ചവരാണ്. എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സമന്മാരായാണ്. സ്വഭാവത്തിലെയും പെരുമാറ്റത്തിലെയും മാന്യതയും പക്വതയും ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നു. അതവർ ആർജിച്ച സംസ്കാരത്തിൻ്റെ സ്വാധീനമാണ്. തൻ്റെ മക്കളും താനും ഉൾപ്പെടുന്ന കറുത്തവൻ്റെ മക്കളും വെള്ളക്കാരൻ്റെ മക്കളും ഒന്നിച്ച് ഒരു മേശയ്ക്ക് ഇരുവശവും സഹോദരത്തോടെ കഴിയുമെന്നും തൊലി നിറത്തിന് പകരം സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ വിലയിരുത്തപ്പെടുമെന്നും അംഗീകരിക്കപ്പെടുമെന്നും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ സ്വപ്നം കാണുന്നു. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരു കാലത്ത് ഇത്തരം വിവേചനങ്ങളും അടിമ ഉടുമ ബന്ധവും നിലനിന്നിരുന്നു. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി തുടങ്ങിയ മഹാത്മാക്കളുടെ നിരന്തര പരിശ്രമത്തിൻ്റെയും സമരങ്ങളുടെയും ഫലമായാണ് ജാതിയുടെയും നിറത്തിൻ്റെയും പേരിലുണ്ടായിരുന്ന ഇത്തരം വിവേചനങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതായത്. വിവേചനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. അതിനാൽ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ സ്വപ്നങ്ങൾ ഇന്നും പ്രസക്തമാണ് അല്ലേ? ആ വിവേചനങ്ങൾ തുടച്ചുമാറ്റപ്പെട്ടിരുന്നു എങ്കിൽ ഒരു പക്ഷേ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ സ്വപ്നങ്ങൾക്ക് ഇന്ന് പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇന്നും എവിടേക്കെയോ വർണ്ണവിവേചനങ്ങൾ പൂർണ്ണമായി തുടച്ചു മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പത്രമാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകൾ നമുക്ക് തരുന്നത് അതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വർണ്ണവിവേചനങ്ങൾ എന്നും മാറ്റപ്പെട്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇന്നും 21ാം നൂറ്റാണ്ടിലും മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ സ്വപ്നങ്ങൾ പ്രസക്തമാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.